ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് എയർടെലിൻ്റെ ഒരു ഗെയിം API ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സിം കാർഡ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. നമ്മുടെ സെറ്റിങ്സിൻ്റെ ഫസ്റ്റ് പറയുമ്പോൾ തന്നെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ സിം കാർഡ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എയർടെലിൻ്റെ സിം 1-ലാണോ 2-ലാണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ ഇവിടെ സിം 1-ലാണ്, നിങ്ങളത് അപ്പോൾ 2 ആയിരിക്കും. അപ്പോൾ നിങ്ങൾ 2 സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ 1 സെലക്ട് ചെയ്തിട്ടുണ്ട്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ASUS പോയിൻറ്റ് നെയിംസ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ASUS പോയിൻറ്റ് നെയിംസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എയർടെലിൻ്റെ ഒരു ഡിഫോൾട്ടായിട്ട് വരുന്ന ഒരു API ഇവിടെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ചേഞ്ച് ഒന്നും വരുത്തുന്നില്ല. നമ്മൾ ഒരു പുതിയ API ഉണ്ടാക്കിയ ശേഷം അതിലാണ് നമ്മൾ ചേഞ്ച് വരുത്തുന്നത്. അപ്പോൾ പുതിയ API ഉണ്ടാക്കാനായിട്ട് ചിലരുടെ ഫോണിൽ മുകളിലായിട്ട് 3 ഡോട്ട് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ന്യൂ API എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇനി എൻ്റെ ഫോണിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും താഴെയായിട്ട് ന്യൂ API എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ അത് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ആദ്യം നമ്മൾ നെയിം ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എയർടെൽ ഗെയിമിംഗ് എന്നൊന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എയർടെൽ ഗെയിമിംഗ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ API എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇതാണ് നമ്മുടെ മെയിൻ സെറ്റിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ API എന്നുള്ളത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എയർടെൽ എന്നൊന്ന് ടൈപ്പ് ചെയ്യുക. എയർടെൽ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഗെയിമിംഗ് എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഒരു അറ്റ് ടൈപ്പ് ചെയ്ത ശേഷം ഇവിടെ 4G എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ എൻ്റെ ഫോൺ ഇവിടെ 4G ആണ്. അപ്പോൾ നിങ്ങളുടെ ഫോൺ 5G എനേബിൾഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 5G കൊടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഫോൺ ഇവിടെ 4G ആയതുകൊണ്ട് ഞാൻ ഇവിടെ 4G ആണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പ്രോക്സി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എയർടെൽ എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം 23 എന്ന് ടൈപ്പ് ചെയ്യുക. ഇതാണ് നമ്മുടെ പ്രോക്സി എന്ന് പറയുന്നത്. എന്നിട്ട് ഇതുപോലെ കൊടുത്ത ശേഷം ഒന്ന് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പോർട്ട് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 23 എന്ന് ടൈപ്പ് ചെയ്ത ശേഷം ഒരു സ്റ്റാർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം 4G ഉള്ളൊരു 4G കൊടുക്കുക. അതുപോലെ തന്നെ 5G ആണെങ്കിൽ 5G കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കൊടുത്ത ശേഷം ഒന്ന് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ യൂസർ നെയിം എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എയർടെൽ 4G എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ 5G ഉള്ളൊരു 5G കൊടുക്കുക. അതിനുശേഷം ഒന്ന് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പാസ്വേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എയർടെൽ 24 എന്ന് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ കൊടുത്ത ശേഷം ഒന്ന് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സെർവർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ www.google.com എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ വേറെ ഏതെങ്കിലും സെർവർ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സെർവർ ഇവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഗൂഗിളിൻ്റെ സെർവർ തന്നെയാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ കൊടുത്ത ശേഷം ഒന്ന് ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓതൻറ്റിക്കേഷൻ ടൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ PAP ഓർ CHAP എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അതിനുശേഷം ഇവിടെ API പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷനും അതുപോലെ തന്നെ API റോമിംഗ് പ്രോട്ടോക്കോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും നമ്മൾ IP4ഉം IP6ഉം എന്നുള്ള ഈ ഒരു ഓപ്ഷനിലേക്ക് ആക്കി വെക്കുക. അപ്പോൾ ചിലർ ഫോണിൽ ഡിഫോൾട്ടായിട്ട് IP4 അല്ലെങ്കിൽ IP6 ഉണ്ടാവുക. അപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ട് IP4ഉം IP6 എന്നുള്ള ഈ ഒരു ഓപ്ഷനിലേക്ക് ആക്കി വെക്കുക. അതുപോലെ തന്നെ ഈ API റോമിംഗ് പ്രോട്ടോക്കോളും IP4ഉം IP6ഉം ആക്കി വെക്കുക. അതിനുശേഷം കുറച്ച് മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ബാരിയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അൺസ്പെസിഫൈഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനിലേക്ക് ടിക്ക് മാർക്ക് ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് അൺടിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ എല്ലാ ഓപ്ഷൻസും ഒന്ന് ടിക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഓരോ ഫോണിൽ ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള നെയിംസ് ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ കാര്യമാക്കണ്ട. ഫോണിലുള്ള എല്ലാ ഓപ്ഷൻസും ഇവിടെ ടിക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ MVNO ടൈപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ IMSI എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും. അതായത് ഈ രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള ഈ IMSI എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ ഒന്ന് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ടാവും. MVNO വാല്യൂ എന്ന് പറഞ്ഞിട്ടൊരു പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ഫോണിൽ ഡിഫോൾട്ടായിട്ടൊരു വേർഡ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു നമ്പർ ഉണ്ടാവും.
അപ്പോൾ ആ നമ്പർ നിങ്ങൾ അതേപോലെ തന്നെ വെക്കുക. അതിൽ നമ്മൾ ചേഞ്ച് ഒന്നും വരുത്തേണ്ട ആവശ്യമില്ല. ഓരോ ഫോണിലും ഓരോ നമ്പർ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ലാസ്റ്റ് വരുന്ന ഈ എക്സ് എന്ന് പറഞ്ഞ നമ്പർ ഓരോ ഫോണിലും ഓരോ ലെറ്റർ ആയിരിക്കും. അപ്പോൾ എങ്ങനെയാണോ ആ ഒരു ലെറ്റേഴ്സ് ഉള്ളത് അല്ലെങ്കിൽ ആ നമ്പേഴ്സ് ഉള്ളത് അതുപോലെ തന്നെ വെക്കുക. അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ നമ്പർ ഇവിടെ താഴെയായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചേഞ്ച് ചെയ്യാനായിട്ടുള്ളത്. ഇനി ഇങ്ങനെ സേവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ സേവ് വേണമെങ്കിൽ ചിലവരുടെ ഫോണിലും മുകളിലായിട്ട് 3 ഡോട്ട് ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സേവ് എന്നുണ്ടാവും. ഇനി എൻ്റെ ഫോണിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും താഴെയായിട്ട് മോർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സേവ് എന്നുണ്ട്. ഇപ്പോൾ ഞാൻ സേവ് കൊടുക്കുകയാണ്. സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള എയർടെൽ ഗെയിമിംഗ് അറ്റ് 4G എന്ന് പറഞ്ഞിട്ടുള്ള ഒരു API ഇവിടെ താഴെയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് എനേബിൾ ആയിക്കോളും. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോ ഒക്കെ വേണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും എയർടെൽ സിം ഉപയോഗിച്ച് ഗെയിം കളിക്കാറുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.